Hi friends, ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഒരു സിമ്പിൾ ബീഡ് വർക്ക് ആണ്. ഇത് ചുരിദാറിന്റെ ലോവർ പാർട്ടിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇതുപോലെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അതിനുശേഷം പിന്നെ ഒരു 3 ലൈൻ ആയിട്ട് ഇതുപോലെ ബീഡ്സും വെച്ചിട്ടുണ്ട്. അത് വൈറ്റ് പേൾസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫുൾ ഡിസൈനിൽ ഹാഫ് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ബീഡ്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഈ ഒരു ഡിസൈനിന്റെ സ്റ്റെമ്മും ലീഫും ഫുൾ ആയിട്ട് ഗോൾഡൻ കളർ ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത് പേൾസും യൂസ് ചെയ്തിട്ടുണ്ട്, ഗോൾഡൻ ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അളവ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കോർണറിൽ നിന്ന് 2 ഇഞ്ച് മാറിയിട്ടാണ് ഈ ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ 1.5 ഇഞ്ചും താഴെ 1 ഇഞ്ചുമാണ് വിട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫുൾ ഡിസൈൻ 6 ഇഞ്ചാണ് വരുന്നത്. ഇതുപോലെ ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ അളവെടുക്കുമ്പോഴും 6 ഇഞ്ചാണ്. അതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്കും ഈ ഒരു ഫുൾ ഡിസൈൻ ഏകദേശം ഒരു 6 ഇഞ്ച് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ 3 ലൈൻസ് ആയിട്ട് ബീഡ്സ് കൊടുത്തിരിക്കുന്നത്. ഓരോ ലൈനും തമ്മിലുള്ള അകലം 2.5 ഇഞ്ചാണ്. പിന്നെ അത് ഓരോ ബീഡ്സ് തമ്മിലുള്ള അകലവും ഏകദേശം 2 മുതൽ 2.5 ഇഞ്ച് വരെ അകലത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ ഡിസൈൻ നമുക്ക് പേപ്പറിൽ വരച്ചിട്ട് കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ക്ലോത്തിലേക്ക് തന്നെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ക്ലോത്തിലേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ചിൽ 3 ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ 3 ബീഡ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് താഴേന്ന് നീഡിലെടുക്കുന്നത് ആ സെക്കൻഡ് ബീഡ് തീരുന്നിടത്താണ്. അതായത് 3ാമത്തെ ബീഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. എന്നിട്ട് ആ ഒരു 3ാമത്തെ ബീഡിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യും. ഈ സെയിം മെത്തേഡിലാണ് ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ 3 ബീഡ്സ് കൂടുമ്പോഴും നമ്മൾ ക്ലോത്തിലേക്ക് ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് നമ്മൾ അടുത്ത 3 ബീഡ്സുമായിട്ട് ഗ്യാപ്പ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും 3 ബീഡ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. 2 ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു സ്റ്റിച്ചിൽ. ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ തന്നെ ലീഫും ഫ്ലവറും ഒക്കെ ചെയ്യുന്നത് 2 ബീഡ്സ് ആണ് ഒരു സ്റ്റിച്ചിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈനിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ഫുൾ, അതായത് ഈ സ്റ്റെമ്മിൻ്റെ പോർഷൻ ഫുള്ള് നമ്മൾ 3 ബീഡ്സ് ആണ് ഒരു സ്റ്റിച്ചിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്ലവറും ലീഫും ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ചിൽ 2 ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതേ സെയിം മെത്തേഡിലാണ് ഇതിൻ്റെ എല്ലാ ലീവ്സും സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് ബീഡ് സിംഗിൾ ബീഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം സെൻറ്ററിൽ ആദ്യം ഒരു സിംഗിൾ ബീഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ചുറ്റും ബാക്കി എല്ലാ സ്റ്റിച്ചും 2 ബീഡ്സ് വെച്ച് ഓരോ സ്റ്റിച്ചും ചെയ്യാൻ പറ്റും. ഈ ഒരു ചുരിദാറിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.